ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുക. ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, അത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഞാൻ ഇതിൽ പിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇത് എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസുകൾക്ക്, എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയും അതേപോലെ റെഗുലറായിട്ട് വീക്ക്ലി റിവിഷൻ, മന്ത്ലി റിവിഷനൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാംസിലും എന്താ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ വേഗത്തിൽ നമ്മുടെ സ്കോർ നന്നായിട്ട് ഓവറോൾ സ്കോറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കറണ്ട് അഫയേഴ്സ് ഒരു മെയിൻ ഘടകമാണ്. നമുക്ക് ബാക്കിയുള്ള മാത്സ്, റീസണിങ് ആ പോർഷനിലൊക്കെ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതേപോലെ തന്നെ അതിന് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ മാർക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഫുള്ള് സ്കോർ ചെയ്യാനും വരെ സാധിക്കും ഈ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സ്ട്രോങ് ആക്കി കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും അതേപോലെ ഓവറോൾ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും, നിങ്ങൾക്ക് എല്ലാ എക്സാംസിലും ഓവറോൾ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ ഒരു ഇംഗ്ലീഷിൽ അതിൻ്റെ നോട്ട്സ് തരും, അതേപോലെ മലയാളത്തിലും അതിൻ്റെ നോട്ട്സ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ നോട്ട്സ് വേണ്ടവർക്ക് അങ്ങനെയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം, മലയാളത്തിൽ നോട്ട്സ് വേണ്ടവർക്ക് അങ്ങനെ മലയാളത്തിലും. ഒരു പേജ് ഞാൻ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് സെയിം ന്യൂസ്, അതേ ന്യൂസ് ഞാൻ മലയാളത്തിലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ന്യൂസ്, അതായത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, പ്രൈം മിനിസ്റ്റർ മോദി ടു ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. പ്രൈം മിനിസ്റ്റർ മോദി ഈസ് സെറ്റ് ടു ലോഞ്ച് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് അറ്റ് ഗുജറാത്ത്സ് ഗിഫ്റ്റ് സിറ്റി, an exchange which will empower India to influence global gold prices, considering it has one of the world's largest markets for gold. Bullion refers to physical gold and silver of a high purity that is often kept in the form of bars, ingots or coins. അപ്പോൾ ഈ ബുള്ളിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ആൻഡ് സിൽവർ ഓഫ് എ ഹൈ പ്യൂരിറ്റി, ഫിസിക്കൽ ഗോൾഡും അതേപോലെ സിൽവറും, ഹൈ പ്യൂരിറ്റി പ്യുവറായിട്ടുള്ള ഗോൾഡ് ആൻഡ് സിൽവറാണ്. അത് ബാൾസായിട്ട്, അതായത് ബിസ്ക്കറ്റ് പോലെ, അതേപോലെ ഇൻഗോട്ട്സ്, അതേപോലെ കോയിൻസ് രൂപത്തിലൊക്കെയാണ് അത് സേവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. സോ പ്രൈം മിനിസ്റ്റർ മോദിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് വരാൻ പോവുകയാണ്. സോ സെയിം ന്യൂസും മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 2022 Commonwealth Games, PV Sindhu and Manpreet Singh to be India's flag bearers in opening ceremony. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ PV സിന്ധുവും മൻപ്രീത് സിംഗും ആയിരിക്കും ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സ്. ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ടുണ്ടാവുക PV സിന്ധുവും മൻപ്രീത് സിംഗുമാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. India's flag bearers for the Commonwealth Games 2022 opening ceremony, which will take place on July 28 at the Alexander Stadium in Birmingham, England. വിൽ ബി PV സിന്ധു. PV സിന്ധു ആയിരിക്കും. ഇന്ത്യസ് ബാഡ്മിൻ്റൺ സ്റ്റാറാണ് PV സിന്ധു. അതേപോലെ മൻപ്രീത് സിംഗ്, ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം. അപ്പോൾ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായ മൻപ്രീത് സിംഗും PV സിന്ധു, ബാഡ്മിൻ്റൺ സ്റ്റാറായ PV സിന്ധു ആണ് ഇന്ത്യൻ ഫ്ലാഗ് ബെയറേഴ്സ് ആയിട്ടുണ്ടാവുക 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഇനോഗ്രേഷനിൽ, ഓപ്പണിംഗ് സെറമണിയിൽ. സോ PV സിന്ധു, ഹു ലെഡ് ദ ഡെലിഗേഷൻ അറ്റ് ദ 2018 ഗോൾഡ് കോസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ്, വിൽ ക്യാരി ഇന്ത്യാസ് ഫ്ലാഗ് ഫോർ ദ സെക്കൻഡ് ടൈം. അപ്പോൾ 2018 ഗോൾഡ് കോസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസിൽ PV സിന്ധു തന്നെയായിരുന്നു ഇന്ത്യാസ് ഫ്ലാഗ് ബെയറർ. ഇപ്പോൾ അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് PV സിന്ധു ഫ്ലാഗ് ബെയററായിട്ട് സെലക്ട് ആയിരിക്കുന്നത്. സോ PV സിന്ധു, മൻപ്രീത് സിംഗുമാണ് ഫ്ലാഗ് ബെയറേഴ്സ് ഓഫ് ഇന്ത്യ ഇൻ ദ ഓപ്പണിംഗ് സെറമണി ഓഫ് കോമൺവെൽത്ത് ഗെയിംസ് 2022. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഫ്ലാഗ് ബെയറേഴ്സായിട്ട് മൻപ്രീത് സിംഗും PV സിന്ധു ആണ്. അപ്പോൾ അവരുടെ ഏത് സ്പോർട്സായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PV സിന്ധു ബാഡ്മിൻ്റൺ സ്റ്റാറാണ്, അതുപോലെ മൻപ്രീത് സിംഗ് ഹോക്കി റിലേറ്റഡ് ആണ്. ഹോക്കിയുടെ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് മൻപ്രീത് സിംഗ്. സോ സ്പോർട്സ് റിലേറ്റഡ്
ടു ഹോക്കിയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബോറിസ് ജോൺസൺ ഗിവ്സ് ചർച്ചിൽ ലീഡർഷിപ്പ് അവാർഡ് ടു ഉക്രൈൻസ് സെലൻസ്കി. അപ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ബോറിസ് ജോൺസൺ ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിക്ക് വിൻസ്റ്റൺ ചർച്ചിൽ ലീഡർഷിപ്പ് അവാർഡ് കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ പ്രസന്റഡ് ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ Zelensky with the Sir Winston Churchill Leadership Award, drawing comparisons between the two leaders in the times of crisis. The Churchill Leadership Award was first presented in 2006. 2006 ഈ ചർച്ചിൽ ലീഡർഷിപ്പ് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത്. സോ പാസ്റ്റ് റെസിപ്പിയൻസ് ഇൻക്ലൂഡ് പ്രിൻസ് ചാൾസ്, ഫോർമർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റേഴ്സ് മാർഗരറ്റ് താച്ചർ ആൻഡ് ജോൺ മേജർ. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ മുമ്പത്തെ റെസിപ്പിയൻസ് ഓഫ് വിൻസ്റ്റൺ ചർച്ചിൽ ലീഡർഷിപ്പ് അവാർഡ്. അപ്പോൾ ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിക്കാണ് ഈ ബോറിസ് ജോൺസൺ നൽകിയത്, അതായത് ലീഡർഷിപ്പ് അവാർഡ് വിൻസ്റ്റൺ ചർച്ചിൽ ലീഡർഷിപ്പ് അവാർഡ് നൽകിയത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HCL's റോഷ്നി നാടാർ മൽഹോത്ര ഈസ് എ റിച്ചസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ. അപ്പോൾ HCL കമ്പനിയുടെ റോഷ്നി നാടാർ മൽഹോത്രയാണ് റിച്ചസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ. അപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സ്ത്രീ റോഷ്നി നാടാർ മൽഹോത്ര ഓഫ് HCL ആണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. റോഷ്നി നാടാർ മൽഹോത്ര, ചെയർപേഴ്സൺ ഓഫ് ഇന്ത്യൻ ടെക് ജയന്റ് HCL Technologies Limited, is the richest woman in the country for the second year in a row with a wealth of 84,330 crore rupees, according to the Leading Wealthy Woman 2021 report published by Hurun India and Kotak Bank. The position of the second richest woman in India is secured by Noika founder and CEO Falguni Nayar. അപ്പോൾ HCLൻ്റെ റോഷ്നി നാടാർ മൽഹോത്രയാണ് റിച്ചസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ. ഇത് സെക്കൻഡ് ടൈമാണിത് റിച്ചസ്റ്റ് വുമണായിട്ട് മാറുന്നത് HCLൻ്റെ റോഷ്നി നാടാർ. സോ റോഷ്നി നാടാർ മൽഹോത്രയുടെ ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത് 84,330 കോടി രൂപയുടെ വെൽത്താണ് അവർക്കുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ ബാങ്ക് സെറ്റ്സ് അപ്പ് റേസ് ആസ് എ റേസ് ഗോൾ ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് പ്ലാൻ ടു ബി എമംഗ് 3 PSBs. അപ്പോൾ യൂണിയൻ ബാങ്ക് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് റേസ് എന്ന് പറയുന്നൊരു ഗോള് ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് പ്ലാൻ ടു ബി എമംഗ് 3 പബ്ലിക് സെക്ടർ ബാങ്ക്സ്. 3 പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് യൂണിയൻ ബാങ്ക് റേസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഗോൾ റേസ് ടോപ്പ് 3 പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ദ 5th ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ, ദ യൂണിയൻ ബാങ്ക് ഹാസ് സെറ്റ് റേസ് ഗ്രോ റാം റീറ്റെയിൽ അഗ്രികൾച്ചർ ആൻഡ് MSME. അതാണ് റാമിൻ്റെ ഫുൾ ഫോം. ലോൺസ് ഇംപ്രൂവ് അസറ്റ് ക്വാളിറ്റി, അതാണ് അതിൻ്റെ ടോട്ടൽ ഫുൾ ഫോം, അതായത് റേസിൻ്റെ. അതായത് ഗ്രോ റാം റീറ്റെയിൽ അഗ്രികൾച്ചർ MSME ആണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് വെറും റാമിൻ്റെ ഫുൾ ഫോം മാത്രമേ ആയിട്ടുള്ളൂ. ലോൺസ് ഇംപ്രൂവ് അസറ്റ് ക്വാളിറ്റി, ഇൻക്രീസ് CASA കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ അതൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എയിം ചെയ്തിരിക്കുന്നത് യൂണിയൻ ബാങ്ക്. ആൻഡ് ഇൻക്രീസ് ഏർണിങ്സ് ആസ് ഇറ്റ്സ് എ ഗോൾ ഫോർ ദ ഇയർ. അപ്പോൾ യൂണിയൻ ബാങ്കാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഗോള് റേസ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേസ് എന്ന് പറയുന്ന ഗോള് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ടോപ്പ് 3 പെർഫോമിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ അണ്ടറിൽ ആവാൻ വേണ്ടിയിട്ടാണ്. ടോപ്പ് 3 സ്ഥാനങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റേസ് എന്ന് പറയുന്ന ഒരു ഗോള് സെറ്റ് ചെയ്തിരിക്കുന്നത് യൂണിയൻ ബാങ്ക്. സോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MD ആൻഡ് CEO A മണിമേഖലയാണ്. MD ആൻഡ് CEO ഓഫ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI's ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻഡെക്സ് റൈസസ് ടു 349.3 ഇൻ മാർച്ച് 2022. അപ്പോൾ RBIയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് 349.3 ആയിരിക്കുകയാണ് മാർച്ച് 2022 നോക്കിയപ്പോൾ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് കോമ്പോസിറ്റ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഇൻഡെക്സ്
RBI DPA has risen to 349.3 in March 2022 against 270.59 in March 2021, indicating rapid adoption and deepening of digital payments across the country. It being constructed with March 2018 as a base period, DPI score for March 2018 is set at 100. സോ ആർ ബി ഐയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് റൈസ് ചെയ്തിട്ട് 349.3 ആയിരിക്കുകയാണ് മാർച്ചിൽ ഇൻഡെക്സ് നോക്കുമ്പോൾ, മാർച്ച് 2022 ഇൻഡെക്സ് നോക്കുമ്പോൾ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തമിഴ്നാടു റോൾസ് ഔട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കീം അറ്റ് 1545 ഗവൺമെൻറ് പ്രൈമറി സ്കൂൾസ്. അപ്പോൾ 1545 ഗവൺമെൻറ് പ്രൈമറി സ്കൂൾസിൽ തമിഴ്നാടു സ്റ്റേറ്റാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കീം റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. The Tamil Nadu government has issued an order to implement the first phase of Chief Minister's Breakfast Scheme at 1545 government primary schools for the benefit of over 1.14 lakh children in classes 1 to 5 during 2022 to 23. The cost would be 33.56 crore. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, ഇത് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 33.56 കോടി രൂപയാണ്. അപ്പോൾ 1.14 1,14,000 ചിൽഡ്രന്, അതായത് 1 മുതൽ 5 വരെ പഠിക്കുന്ന സ്കൂൾ ചിൽഡ്രൻസിന്, അതായത് 1 മുതൽ 5 വരെയുള്ള സ്റ്റുഡൻസിന് ബ്രേക്ക്ഫാസ്റ്റ് സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 1545 ഗവൺമെൻറ് പ്രൈമറി സ്കൂളുകളിലാണ് ഇത് റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്, ചീഫ് മിനിസ്റ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കീം. അപ്പോൾ തമിഴ്നാടു ഗവൺമെൻറ്റാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്കീം റോൾ ഔട്ട് ചെയ്തത്. 1545 ഗവൺമെൻറ് പ്രൈമറി സ്കൂളുകളിൽ 1,14,000 ചിൽഡ്രനാണ് ഇത് റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കോസ്റ്റ് വരുന്നത് 33.56 കോടി രൂപയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ 2022 ജൂലൈ 28. അപ്പോൾ ജൂലൈ 28-നാണ് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. So every year World Nature Conservation Day is celebrated on 28th July to create awareness among people about the importance and significance of natural resources. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് അവയർനെസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ, അതായത് ജൂലൈ 28 വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആയിട്ട് എല്ലാ വർഷവും ഒബ്സർവ് ചെയ്ത് വരുന്നത്. കൺസർവേഷൻ മീൻസ് ദ വൈസ് യൂസ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ് ഫോർ ലാസ്റ്റിംഗ് ഗുഡ് ഓഫ് മാൻകൈൻഡ്. അപ്പോൾ ഈ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, അതായത് വൈസ് യൂസ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്, എർത്തിൻ്റെയും അതിൻ്റെ റിസോഴ്സസിൻ്റെയും വൈസ് യൂസാണ് ഉദ്ദേശിക്കുന്നത്. അത് ലാസ്റ്റ് ചെയ്യണം, കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനൊക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം, ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാഷ്ട്രീയ ഖാൻജി പുരസ്കാർ നാഷണൽ അവാർഡ് ടു പ്രൊമോട്ട് മൈനിങ് അക്രോസ് ദ കൺട്രി. അപ്പോൾ രാഷ്ട്രീയ ഖനിജ് പുരസ്കാർ നാഷണൽ അവാർഡ് ടു പ്രൊമോട്ട് മൈനിങ് അക്രോസ് കൺട്രി. അപ്പം മൈനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ അവാർഡാണ് ഖനിജ് പുരസ്കാർ എന്ന് പറയുന്നത്, രാഷ്ട്രീയ ഖനിജ് പുരസ്കാർ. അപ്പോൾ അത് നമുക്ക് വായിച്ച് നോക്കാം. ഇൻ ഓർഡർ ടു ഇൻസെൻറ്റിവൈസ് ദ സ്റ്റേറ്റ്സ് ഹു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ എക്സ്പ്ലോറേഷൻ, ഓപ്ഷൻ ആൻഡ് ഓപ്പറേഷണലൈസേഷൻ ഓഫ് മിനറൽ ബ്ലോക്സ്, മിനിസ്ട്രി ഓഫ് മൈൻസ് ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എ നാഷണൽ ലെവൽ അവാർഡ് സ്കീം, ദാറ്റ് ഈസ് രാഷ്ട്രീയ ഖനിജ് പുരസ്കാർ ഇൻ 3 കാറ്റഗറീസ് ഓഫ് മിനറൽസ്. അപ്പോൾ രാഷ്ട്രീയ ഖനിജ് പുരസ്കാർ നാഷണൽ അവാർഡ് ഫോർ പ്രൊമോട്ടിംഗ് മൈനിങ് അക്രോസ് ദ കൺട്രിയാണ്. അപ്പോൾ ഖനിജ് പുരസ്കാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവന്ന ഒരു അവാർഡാണിത്, നാഷണൽ അവാർഡ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Cabinet approves a project of saturation of 4G mobile services in uncovered villages at a total cost of 26,316 crore rupees. അപ്പോൾ ക്യാബിനറ്റ്, ഇന്ത്യൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു പ്രൊജക്റ്റ് ഫോർ സാച്ചുറേഷൻ ഓഫ് 4G മൊബൈൽ സർവീസസ്. 4G മൊബൈൽ സർവീസസിൻ്റെ സാച്ചുറേഷന് വേണ്ടിയിട്ടുള്ള, അതായത് അണ്ടർ കവേർഡ് വില്ലേജസിൽ 4G സർവീസസിൻ്റെ സാച്ചുറേഷന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്.
അതൊരു ടോട്ടൽ കോസ്റ്റ് 26,316 കോടി രൂപയുടെ പ്രൊജക്റ്റാണിത് ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഡിജിറ്റൽ ഇൻക്ലൂഷൻ ആൻഡ് കണക്ടിവിറ്റി ഫോർ ഓൾ ഈസ് an integral part of Antyodaya vision of the government. Last year, government approved a project for providing 4G mobile services in 7,287 uncovered villages in 44 aspirational districts across 5 states. In Independence Day address in 2021, Prime Minister Sri Narendra Modi gave a call for saturation of government schemes. അപ്പോൾ ക്യാബിനറ്റ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് സാച്ചുറേഷൻ ഓഫ് 4G മൊബൈൽ സർവീസസ് അൺകവേർഡ് വില്ലേജസിൽ 4G സർവീസസ് ഇല്ലാത്ത വില്ലേജസിൽ അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാച്ചുറേഷൻ പ്രൊജക്റ്റാണ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 26,316 കോടി രൂപയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Cabinet approves signing of a Memorandum of Understanding between National Institute of Rural Development and Panchayati Raj. അപ്പോൾ ഒരു MOU സൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ന്യൂസ്. ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും അതേപോലെ പഞ്ചായത്തി രാജും തമ്മിലുള്ളൊരു MOU സൈനിങ്ങിനെ കുറിച്ചാണ് ഈ ന്യൂസ്. നമുക്കത് വായിച്ച് നോക്കാം. The Union Cabinet chaired by Prime Minister Sri Narendra Modi was apprised of a Memorandum of Understanding signed between National Institute of Rural Development and Panchayati Raj. അത് ഒരു ടേമാണിത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്തി രാജ് ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗ്. അപ്പോൾ ഇവർ രണ്ട് തമ്മിലാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്തി രാജും അതേപോലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗ് യുണൈറ്റഡ് കിങ്ഡവും തമ്മിലാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ കൊളാബറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറിൻ്റെ ഫീൽഡിൽ അഗ്രികൾച്ചറും അതേപോലെ റൂറൽ ഡെവലപ്മെൻറ്റും ഡെവലപ്പിംഗ് കൺട്രീസിൽ അതിൻ്റെ ഫീൽഡിലാണ് ഈ ഒരു കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്തി രാജസ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പഞ്ചായത്തി രാജ് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജൂലൈ 28-നാണ്. അപ്പോൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ July 28 is an opportunity to step up national and international efforts on hepatitis, encourage actions and engagement by individuals, partners and the public, and highlight the need for a greater global response as outlined in WHO's World Hepatitis Report of 2017. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ജൂലൈ 28-നാണ്. ഒരു ഡിസീസാണ്. സോ അതിൻ്റെ തീമാണ് ബ്രിങ്ങിങ് ഹെപ്പറ്റൈറ്റിസ് കെയർ ക്ലോസർ ടു യു. ഹെപ്പറ്റൈറ്റിസ് കെയർ ക്ലോസർ ടു യു ബ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അതിൻ്റെ തീം. സോ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് അമെൻസ് FCRA റൂൾസ് ടു റെഡ്യൂസ് കോംപ്ലയൻസ് ബേർഡൻ ഓൺ സിറ്റിസൺസ്. അപ്പോൾ ഗവൺമെൻറ് ഭേദഗതി വരുത്തിയിരിക്കുകയാണ് FCRA റൂൾസിൽ. ഫോറിൻ കോൺട്രിബ്യൂഷൻ റൂൾസ് 2022 അതിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. അതായത് സിറ്റിസൺസിൻ്റെ മേൽ ബേർഡൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അമെൻമെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് അമെൻഡഡ് ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ റൂൾസ് 2022 എയിമിംഗ് ടു റെഡ്യൂസ് ദ കോംപ്ലയൻസ് ബേർഡൻ ഓൺ അവർ സിറ്റിസൺസ്. As per the amendment rule, any key person receiving foreign contributions of more than 10 lakh rupees in a financial year from relatives has to intimate to central government within 3 months of receipt. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് വഴി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ഒരു പേഴ്സൺ ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു പേഴ്സൺ ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിനെ 3 മാസം അതായത് കിട്ടിയതിൻ്റെ 3 മാസത്തിൻ്റെ ഉള്ളിൽ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ പുതിയൊരു ഭേദഗതി വരുത്തിയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DGCA asks SpiceJet to operate 50% of approved flights for 8 weeks over degraded safety margins.
ഇനാഡിക്വേറ്റ് മെയിൻ്റനൻസ്. അപ്പോൾ ഡി ജി സി എ സ്പൈസ്ജെറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് 50% അപ്രൂവ്ഡ് ഫ്ലൈറ്റ്സ് 8 വീക്സിന് ഡീഗ്രേഡഡ് സേഫ്റ്റി മാർജിൻസിൽ ഇനാഡിക്വേറ്റ് മെയിൻ്റനൻസ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The Civil Aviation Ministry has asked SpiceJet to operate just 50% of the approved flights for 8 weeks following multiple snags. അപ്പോൾ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയാണ് സ്പൈസ്ജെറ്റിനോട് പറഞ്ഞിരിക്കുന്നത് 50% ഓഫ് അപ്രൂവ്ഡ് ഫ്ലൈറ്റ്സ് ഓടിച്ചാൽ മതി നെക്സ്റ്റ് 8 വീക്സിൽ. ഇൻ ഓർഡർ ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA എന്ന് വെച്ചാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ said that the number of departures of SpiceJet is restricted to 50% of the number of departures approved under the summer schedule 2022. അപ്പോൾ DGCA സ്പൈസ്ജെറ്റിനോട് ചോദിച്ചിരിക്കുകയാണ് 50% അപ്രൂവ്ഡ് ഫ്ലൈറ്റ്സ് 8 വീക്സിന് മൾട്ടിപ്പിൾ സ്നാക്സിനെ തുടർന്നാണ് ഇത് ഇങ്ങനെ ഒരു അപ്രൂവൽ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അപ്പോൾ DGCA പറഞ്ഞിരിക്കുകയാണ് നമ്പർ ഓഫ് ഡിപ്പാർച്ചേഴ്സ് ഓഫ് സ്പൈസ്ജെറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ടു 50% ഓഫ് ദ നമ്പർ ഓഫ് ഡിപ്പാർച്ചേഴ്സ് അപ്രൂവ്ഡ് അണ്ടർ സമ്മർ ഷെഡ്യൂൾ 2022. അപ്പോൾ സമ്മർ ഷെഡ്യൂളിൽ എത്രയാണോ നിർദ്ദേശിച്ചിരുന്നത് ഡിപ്പാർച്ചേഴ്സ് അതിൻ്റെ 50% മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അടുത്ത 8 ആഴ്ചകളിൽ. സോ സ്പൈസ്ജെറ്റിൻ്റെ CEO ആണ് അജയ് സിംഗ്. ഇതേ ന്യൂസ് സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ലോഞ്ചസ് കുക്കിംഗ് കോൾ മിഷൻ ടു മീറ്റ് ഡിമാൻഡ് ഓഫ് ഡൊമസ്റ്റിക് കുക്കിംഗ് കോൾ. അപ്പോൾ ഗവൺമെൻറ് കുക്കിംഗ് കോൾ മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കുക്കിംഗ് കോൾ ഡിമാൻഡ് ഓഫ് ഡൊമസ്റ്റിക് കുക്കിംഗ് കോൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കുക്കിംഗ് കോൾ മിഷൻ. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. The government has launched a cooking call mission to meet the demand for domestic cooking coal. The government has taken steps to explore new cooking coal blocks, auction of a new cooking coal mines, enhance raw cooking coal production and enhance the cooking coal washing capacity. Coal India Limited has undertaken constant efforts to enhance cooking coal production. അപ്പോൾ കുക്കിംഗ് കോൾ ഡൊമസ്റ്റിക് കുക്കിംഗ് കോളിൻ്റെ ഡിമാൻഡ് കുക്കിംഗ് കോൾ മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് കുക്കിംഗ് കോളിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഗവൺമെൻറ്റാണിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് കോൾ മിഷൻ എന്ന് പറയുന്ന ഇതാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലോക്സഭ പാസസ് നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബിൽ 2021. അപ്പോൾ ലോക്സഭ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബില്ല് പാസ് ചെയ്തിരിക്കുകയാണ് 2021. സോ നമുക്കൊന്ന് വായിക്കാം. ദ ലോക്സഭ ഹാസ് പാസ്ഡ് നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബിൽ 2021 ബൈ വോയിസ് വോട്ട്. ദ ബിൽ പ്രൊവൈഡ്സ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി. NADA എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയാണ്. ഫോർ റെഗുലേറ്റിംഗ് ആൻറ്റി ഡോപ്പിംഗ് ആക്ടിവിറ്റീസ് ഇൻ സ്പോർട്സ്. അപ്പോൾ സ്പോർട്സിൽ ഈ ഉത്തേജന മരുന്നുകൾ കാര്യങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ യൂസ് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ്, കമ്മിയാക്കല്ല അത് തീർത്തും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബില്ല് ലോക്സഭ പാസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് പ്ലാനിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ആൻറ്റി ഡോപ്പിംഗ് ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻറ്റി ഡോപ്പിംഗ് റൂൾ വയലേഷൻസ്. അപ്പോൾ ലോക്സഭ പാസ് ചെയ്തിരിക്കുകയാണ് നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ബിൽ 2021. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് 1.64 lakh crore റിവൈവൽ പാക്കേജ് ഫോർ സ്റ്റേറ്റ് റൺ ടെലികോ BSNL. അപ്പോൾ സ്റ്റേറ്റ് റൺ ടെലികമ്മ്യൂണിക്കേഷനായ BSNLന് 1.64 കോടി രൂപയുടെ റിവൈവൽ പാക്കേജാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. Union Telecom Minister Ashwini Vaishnav said that the Union Cabinet has approved a revival package worth 1.64 lakh crore rupees for the state-run Bharat Sanchar Nigam Limited. BSNLന് വേണ്ടിയിട്ടാണ് ഈ ഒരു 1.64 lakh crore റുപ്പീസിൻ്റെ റിവൈവൽ പാക്കേജ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് യൂണിയൻ ഗവൺമെൻറ്. അതായത് യൂണിയൻ ടെലികോം മിനിസ്റ്ററായ അശ്വിനി വൈഷ്ണവാണ് പറഞ്ഞിരിക്കുന്നത്. So the cabinet also approved the merger of BSNL and Bharat Broadband Network Limited. അപ്പോൾ BSNLൻ്റെയും BBNL ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡിൻ്റെയും മെർജറും കൂടി അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ക്യാബിനറ്റ്. സോ ദ സ്റ്റേറ്റ് ഓൺഡ് ബ്രോഡ്ബാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ.
ദ റിവൈവൽ പ്രോഗ്രാം ഈസ് എ പ്ലാൻഡ് ഫോർ 4-year പീരീഡ്. അപ്പോൾ ഈ റിവൈവൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ 1.64 ലക്ഷം കോടി രൂപയുടെ പ്രോഗ്രാം റിവൈവൽ പാക്കേജ് 4 വർഷത്തേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, ഒരുവിധമല്ല ഇന്നത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഞാൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.